ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റിനെ പറ്റിയാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് രണ്ട് തരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിൽ യു ക്യാൻ സി ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ബാക്കിയുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് യു മീൻ ബൈ മണി മാർക്കറ്റ്? അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. Money markets are those markets where borrowing and lending of short-term funds take place. നോർമൽ സിറ്റുവേഷനിൽ ഒരു വർഷത്തിൽ താഴെയുള്ള ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റ്സിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ദിവസത്തേക്കുള്ള ലോൺ തൊട്ട് ഒരു വർഷം വരെയുള്ള ലോൺ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Due to short maturity, the instrument of money market are more liquid compared to other types of market. Capital market ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കൂടുതൽ ലിക്വിഡ് ആണ്. വാട്ട് ഈസ് ദിസ് ലിക്വിഡിറ്റി മീൻസ്? ലിക്വിഡിറ്റി മീൻസ് കൺവെർട്ടബിലിറ്റി ഇൻ ടു ക്യാഷ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ്, മറ്റുള്ള ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. മെച്യൂരിറ്റി ടൈം ഒരു വർഷത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യുക അത്ര ഈസി അല്ല. വേറെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ടൈം പീരീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട്സ് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. ദാറ്റ് മീൻസ് ലിക്വിഡ് ആണ്. ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ദസ് ദി മണി മാർക്കറ്റ്സ് ആർ ഏബിൾ ടു അഡ്രസ് ദി നീഡ്സ് ഓഫ് ഷോർട്ട് ടൈം സർപ്ലസ് ഓഫ് ഫണ്ട്സ് of the lenders and short-term borrowing requirements of the borrowers. So ഈ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഷോർട്ട് ടൈം മാർക്കറ്റ്, ഒരു വർഷത്തിനുള്ളിലുള്ള ലോണും അതേപോലെ ബോറോയിങ്ങും, ലെൻഡിങ്ങും ബോറോയിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. സോ ലിക്വിഡ് ആയിരിക്കും. എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എക്സസ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അതേപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ബോറോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നു. ഇത് രണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടെമ്പററി 1 year വരെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അണ്ടർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കറൻസി ആയിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് RBI. റിസർവ് ബാങ്ക് ആണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ ഈ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇന്ത്യയിലെ മണി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്, ഓർ വി ക്യാൻ സേ ഓർഗനൈസ്ഡ് സെക്ടറിലും മണി മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ദീസ് ആർ നോട്ട് റെഗുലേറ്റഡ്. RBIയുടെ ഡയറക്റ്റ് കൺട്രോൾ കിട്ടാത്ത, RBI കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും 100% കൺട്രോൾ എൻഷുർ ചെയ്യാൻ സാധിക്കാത്ത ഏരിയയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. യു ക്യാൻ സേ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ്, അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്. നമ്മളിപ്പോ ചെറുകിട ചില ആളുകൾ വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയും, അതുപോലെ ആളുകൾ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് വൈകുന്നേരം പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നടത്താറുണ്ട്. അതൊക്കെയാണ് അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ വരുന്നത്. വേർ ദർ ഇസ് നോ സിസ്റ്റം ഇൻവോൾവ്ഡ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ RBIയുടെ കൺട്രോളും നമുക്ക് എഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദെൻ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 19 നാഷണലൈസ്ഡ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, non-governmental sectors and other banks. So, one second. Okay. So, as we said, ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരുമ്പോൾ RBI ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. RBI ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ SBI വരുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ അസോസിയേറ്റ്സ് നേരത്തെ പറയാമായിരുന്നു, നിലവിൽ അസോസിയേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം. ദെൻ അത് കൂടാതെ 19 നാഷണലൈസ്ഡ് ബാങ്ക്സ്, ദെൻ റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, നോൺ ഗവൺമെന്റൽ സെക്ടേഴ്സ് ആൻഡ് അതർ ബാങ്ക്സ്. ഹിയർ യു നീഡ് ടു നോ സംതിങ്. നമ്മളിപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയും ഒക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്.
അതിനു മുമ്പായിട്ട് ഒരു ബേസിക് അവയർനെസ്, എങ്ങനെയാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എമേർജ് ചെയ്തത്, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം ഇന്നത്തെ രീതിയിലേക്ക് എമേർജ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു. 1947 to 1991 ഈ ടൈം പീരീഡിനെ നമ്മൾ ലൈസൻസ് രാജ് എന്ന് വിളിക്കും. ലൈസൻസ് രാജ്. എന്തുകൊണ്ടാണ് ലൈസൻസ് രാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് വി ഇമ്പോസ്ഡ് ടു മച്ച് റെസ്ട്രിക്ഷൻസ്. ഇന്ത്യയിൽ വന്ന് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനും ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് വേർ ഇമ്പോസ്ഡ്. അപ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല ഇന്ത്യയിൽ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ്. രണ്ട് ഐഡിയോളജീസ് ഉണ്ട്. വൺ ഈസ് സോഷ്യലിസം, അനദർ വൺ ഈസ് ക്യാപിറ്റലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി, ബേസിക്കലി ഇക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെന്റ് ഓണർഷിപ്പ് മൊത്തമായിട്ട് കൈവശം വയ്ക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും എക്സസീവ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല സോഷ്യലിസം ആണെങ്കിൽ. വെറസ് ദർ ഇസ് അനദർ ഐഡിയോളജി. ആദം സ്മിത്ത് 1773 അദ്ദേഹത്തിന്റെ ബുക്കിൽ വെൽത്ത് ഓഫ് നേഷൻസിൽ പറയുന്ന രണ്ടാമത്തെ ഐഡിയോളജി, അതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. വേർ ഉള്ളവന് ഉള്ളതുപോലെ ജീവിക്കാം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ റിച്ച് ഈസ് ഗെറ്റിംഗ് റിച്ചർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല, ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നില്ല. പ്രൈവറ്റ് പാർട്ടീസും ബിസിനസ് റൺ ചെയ്യുമ്പോഴും പ്രൈവറ്റൈസേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്ത, കൺട്രോൾ ചെയ്യാതെ ഗവൺമെന്റ് ബിസിനസ് ഇന്റർവീൻ ചെയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ക്യാപിറ്റലിസം. സോ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് സോഷ്യലിസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസിനെ പ്രൊമോട്ട് ചെയ്യാതെ ഗവൺമെന്റ് സെക്ടറിനെ കൂടുതലായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന നാഷണലൈസേഷൻ, നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ഇതാണ്. ബിക്കോസ് ഓഫ് ബിറ്റർ എക്സ്പീരിയൻസ്. മുമ്പ് ഇവിടെ ട്രേഡിന് വേണ്ടി വന്നവരാണ് ബ്രിട്ടീഷുകാർ, പക്ഷെ അവർ നമ്മളെ പിന്നീട് ഏതാണ്ട് 190 വർഷങ്ങളാണ് റൂൾ ചെയ്തത്. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ടു മച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ആ റെസ്ട്രിക്ഷന്റെ റിസൾട്ടാണ് പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിലിരുന്ന കമ്പനീസും ബിസിനസ് എൻറ്റിറ്റീസും എല്ലാം ഗവൺമെന്റ് ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനെയാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ ലെവലിൽ ഏറ്റവും ആദ്യത്തെ നാഷണലൈസേഷൻ നമുക്ക് പറയാവുന്നത് RBI ടേക്ക് ഓവർ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ബാങ്കിങ് സെക്ടറിലെ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് പറയുകയാണെങ്കിൽ 1934 RBI ആക്ട് പാസ്സാക്കുന്നു. RBI ആക്ട് 1934 പാസ്സാക്കുന്നു. 1935 തൊട്ട് RBI റണ്ണിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ട്രഷറി എന്നുള്ള രീതിയിലാണ് ഇനീഷ്യലി RBI റൺ ചെയ്തത്. അതിനുശേഷം 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം RBIയെ ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് ആക്കി മാറ്റുന്നു. RBIയുടെ കീഴിലായിരിക്കും ബാക്കിയുള്ള ബാങ്ക്സ് എല്ലാം വരുന്നത്. നാഷണലൈസേഷൻ ഓഫ് RBI എന്നും പറയും ഈ ഇവന്റിനെ. ദെൻ അതിനുശേഷം 1955 ഇംപീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ദിസ് ബാങ്ക് വാസ് ക്രിയേറ്റഡ് ഇൻ 1920. 1920 അതിനു മുമ്പുണ്ടായിരുന്ന 3 ബാങ്കുകളെ യോജിപ്പിച്ചുകൊണ്ട് ഇംപീരിയൽ ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഇംപീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്തുകൊണ്ട്, അഗെയിൻ ആ വേർഡ് അവിടെ നിങ്ങൾക്ക് കാണാം, നാഷണലൈസേഷൻ, നാഷണലൈസ്ഡ് ആൻഡ് ഫോംഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ സി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, ഓർഗനൈസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കാണാം. അതിനുശേഷം 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു 7 അസോസിയേറ്റ് ബാങ്ക്സിനെ കൂടി നാഷണലൈസ് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്കിന്റെ സബ്സിഡിയറീസ് അല്ലെങ്കിൽ അസോസിയേറ്റ് ബാങ്ക്സ് എന്നുള്ള രീതിയിൽ നാഷണലൈസ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടായി. പിന്നീട് പ്രൈവറ്റ് സെക്ടറിന്റെ നാഷണലൈസേഷൻ നടക്കുന്നത് 1969 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ്. 1969 ഇത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 1969 14 banks, private sector banks got nationalized. 14 ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നും
ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. നാഷണലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വീണ്ടും 1980 6 ബാങ്കുകളെ കൂടി നാഷണലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ there are 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, ആ ബാങ്കിന്റെ പേര് ഐ തിങ്ക് ന്യൂ ഇന്ത്യ ബാങ്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ലയിക്കുന്നു. അതുകൊണ്ട് ടോട്ടൽ 20 ബാങ്ക്സ് ഉണ്ടായിരുന്നു, അതിൽ ഒരു ബാങ്ക് പോയി. നിലവിൽ 19 നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട്. 1991 വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന പോളിസി നാഷണലൈസേഷൻ ആണെങ്കിൽ 1991 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം വി അഡോപ്റ്റഡ് എ ഡിഫറെന്റ് അപ്രോച്ച്. ആ ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് സിനാരിയോ. നാഷണലൈസേഷന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റൈസേഷൻ. അതുവരെ നമ്മൾ പ്രൈവറ്റൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ 1991 ശേഷം നമ്മൾ നമ്മളുടെ സോഷ്യലിസത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് പ്രൈവറ്റൈസേഷൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. പ്രൈവറ്റ് പാർട്ടീസിന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫ്രീ ആക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, റെഗുലേഷൻ എന്ന് പറയുന്നതിൽ നിന്നും ലിബറലൈസേഷൻ എന്ന് പറയുന്ന ടേമിലേക്ക് മാറുന്നു. റെഗുലേഷൻ, ടു മച്ച് റെഗുലേഷൻസ് വെർ ഇമ്പോസ്ഡ്. ആ റെഗുലേഷൻസ് എല്ലാം മാറ്റിയിട്ട് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള റൂൾസ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നു. ഓക്കെ, സോ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ഇക്കോണമിയെ തുറന്നു കൊടുക്കുകയാണ്. ഓപ്പണിംഗ് അപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കോണമി ടു ദി ഔട്ട്സൈഡ് വേൾഡ് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ. നമ്മളുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ പുറം രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാം. അതിൽ ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യില്ല. റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലിബറലൈസ് ചെയ്യപ്പെടുന്നു. പ്രൈവറ്റ് പാർട്ടീസിന്റെ ഓണർഷിപ്പിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഒപ്പം ഗവൺമെന്റ് സെക്ടറിലിരുന്ന പല കമ്പനികളും ഇന്ന് പ്രൈവറ്റൈസേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ നാഷണലൈസേഷൻ ആണ് അതിനു മുമ്പ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്നത്തെ സിനാരിയോ പ്രകാരം നാഷണലൈസ്ഡ് ആയ പല കമ്പനികളെയും നമ്മൾ പ്രൈവറ്റ് പാർട്ടീസിന് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുള്ള കേസ്. ഇവിടെ നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഓൾറെഡി ദർ ഇസ് എ മെൻഷൻ അബൌട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് നോൺ ഗവൺമെന്റൽ സെക്ടേഴ്സ്. ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഭാഗമാണ്. സോ ജസ്റ്റ് ഒന്ന് കണക്റ്റഡ് ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. ലെറ്റ്സ് മൂവ് ഓൺ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. സോ എന്താണ് മണി മാർക്കറ്റ് എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? Okay, very good. So, money market instruments. First important money market instrument is call money. Call money എന്ന് പറയും, call money market. It means the most important component of organized money market is call money market. It deals with in-call loans or call money granted for one day. Since the participants in call money market are mostly banks, it is called interbank call money market. അതായത് നോർമലി ഒരു ദിവസത്തേക്കുള്ള ഷോർട്ട് ടൈം ലോൺസ്, ഒരു ദിവസമാണ് നോർമൽ ടൈം പീരീഡ് വരുന്നത്. ചില 7 ദിവസം വരെ പോകുന്ന ചില സിറ്റുവേഷൻസും ഉണ്ട്. ഒരു ദിവസത്തെ ഷോർട്ട് ടൈം ലോണിനെയാണ് നമ്മൾ കോൾ മണി എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ ഇതാണ്. ബേസിക്കലി കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ അവരുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു ഷോർട്ട് ടൈം ലെൻഡിങ് നടത്തും. ആ ഷോർട്ട് ടൈം നോർമലി ഇന്ന് കൊടുക്കുന്നു, നാളെ തിരിച്ചു തരുന്നു. അത്തരത്തിലുള്ള ഷോർട്ട് ടൈം ലോൺസ് ആയിരിക്കും. അങ്ങനെയുള്ള കോൾ ലോൺ മാർക്കറ്റിനെയാണ് നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ബാങ്ക്സ് വിത്ത് ടെമ്പററി ഡെഫിസിറ്റ് ഓഫ് ഫണ്ട്സ് ഫ്രം ദി ഡിമാൻഡ് പാർട്ട് ആൻഡ് ദി ബാങ്ക്സ് വിത്ത് ടെമ്പററി എക്സസ് ഓഫ് ഫണ്ട്സ് ഫ്രോം ദി സപ്ലൈ സൈഡ് ഓഫ് ദി കോൾ മണി മാർക്കറ്റ്. സോ ദി കൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഒന്ന് വിചാരിക്കുക. ഒരു ബാങ്കിൽ നിന്നും ഒരു വലിയ തുക വിഡ്രോ ചെയ്യപ്പെടുന്നു. അത്രയും തുക അവരുടെ റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ബാങ്ക് ഒരു കാരണവശാലും ഐഡിയൽ ഫണ്ട് കീപ്പ് ചെയ്യില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് വരുമ്പോൾ പേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്കിന്റെ ക്രെഡിറ്റ് വെർത്തിനെസ്സിനെ അത് ബാധിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ലോൺ ഫെസിലിറ്റിയിലേക്ക് അവർ പോകും.
ആ ലോൺ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ലോൺ കിട്ടാവുന്ന ഒരു മെത്തേഡാണ് കോൾ മണി. കോൾ മണി വഴി ഷോർട്ട് ടേം ലോൺസ് ബാങ്ക്സിന് മറ്റ് ബാങ്കുകളിൽ നിന്നും ഷോർട്ട് ടേം ലോൺസ് മേടിക്കാൻ പറ്റും. നോർമലി ഫോർ വൺ ഡേ ഡ്യൂറേഷന് വേണ്ടിയുള്ള ലോൺസ് നമുക്ക് മേടിക്കാൻ പറ്റും. അതിനെയാണ് കോൾ മണി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റിപ്പീറ്റ്. ഇറ്റ് ഡീൽസ് വിത്ത് കോൾ ലോൺസ് ഓർ കോൾ മണി ഗ്രാൻറ്റഡ് ഫോർ വൺ ഡേ. അതാണ് കൺസെപ്റ്റ്. ഒരു ദിവസത്തേക്കുള്ള ഷോർട്ട് ടൈം പീരീഡിന് വേണ്ടിയുള്ള ലോൺസ്, അതാണ് കോൾ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൾ മണി മാർക്കറ്റ് ആർ: കോൾ മണി മാർക്കറ്റ് പ്രൊവൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ഫോർ മേക്കിംഗ് ടെമ്പററി സർപ്ലസ് ഓഫ് സം ബാങ്ക്സ് അവൈലബിൾ ടു ദി അതർ ബാങ്ക്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കയ്യിൽ ടെമ്പററി ആയിട്ട് എക്സസ് എമൗണ്ട് വരുവാണെങ്കിൽ ഇത് ലെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിന്റെ കയ്യിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ലെൻഡ് ചെയ്യാൻ ടൈം ഡിലേ വരാതെ ഒരു ഇമ്മീഡിയറ്റ് ലെൻഡിങ് എന്നുള്ള രീതിയിൽ നമുക്കത് ഷോർട്ടേജ് ഉള്ള മറ്റ് ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിക്കും. അതും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷനാണ്, ഒരു ദിവസം. ആ ഒരു ദിവസത്തെ ടൈം പീരീഡിനുള്ളിൽ റീപേ ചെയ്യണം. അങ്ങനെയുള്ള ഷോർട്ട് ടൈം ലെൻഡിങ് ആണ് കോൾ മണി മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻ പാർട്ടിസിപ്പൻസ് ആർ ബാങ്ക്സ് ഓൺലി. ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ കൂടുതലായിട്ട് ബാങ്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന മാർക്കറ്റിനെ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കോൾ മണി മാർക്കറ്റ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഈസ് ട്രഷറി ബിൽ മാർക്കറ്റ്. Treasury bill. What do you mean by treasury bill? It deals with treasury bills, which are the short-term liability of Government of India. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ബില്ല് ഇറക്കുന്നു. ഈ ബില്ലിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമലി 91 ഡേയ്സിന്റെ ബില്ലുകളുണ്ട്, അതേപോലെ 182 ഡേയ്സിന്റെ ബില്ലുകളുണ്ട്, അതുപോലെ 364 ദിവസത്തെ ബില്ലുകളുണ്ട്. അതായത് ഇതിന്റെ ഈ മെച്യൂരിറ്റി പീരീഡ് ആണ് ഈ പറയുന്നത്. 91 ദിവസം കഴിയുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് റീപേയ്മെന്റ് നടത്തും. ഓക്കെ, എങ്ങനെയാണ് ഗവൺമെന്റിന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബില്ല് ഇറക്കുന്നു. ഈ ബില്ല് ഇറക്കുമ്പോൾ ബില്ല് ആളുകൾ മേടിക്കുമ്പോൾ ഗവൺമെന്റ് ഫണ്ട് കിട്ടുന്നു. അതിന് ഡ്യൂറേഷൻ 91 ഡേയ്സ് ആണെങ്കിൽ 91 ഡേയ്സ് കഴിയുമ്പോൾ ഗവൺമെന്റ് അത് റീപേ ചെയ്യും. ഇതാണ് ട്രഷറി ബിൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, there are two types of treasury bills. And one more thing, ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു ട്രഷറി ബില്ല്. നമ്മൾ തിയറിറ്റിക്കലി പറയുമ്പോൾ അതായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ ട്രഷറി ബില്ല് ഒരു മാർക്കറ്റായി മാറി. അതായത് ഇത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വീണ്ടും ഏണിങ്സ് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡ് ആയിട്ട് ട്രഷറി ബില്ല് മാറിയിട്ടുണ്ട്. So there are two types of treasury bills. First one is ad hoc treasury bills and second one is regular treasury bills. Ad hoc are issued by state government. Issued to government ഇത് ഇഷ്യൂ ചെയ്യുന്നത്. Let me make one thing clear. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട്ലി അല്ല. അതൊന്ന് ഓർത്തേക്കണം. ബിക്കോസ് ഗവൺമെന്റിന്റെ ബാങ്കർ എന്ന് പറയുന്നത് RBI ആണ്. RBI ആണ് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ തരത്തിലുള്ള ബില്ലുകൾ സെൻട്രൽ ഗവൺമെന്റ് ത്രൂ RBI കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെമി ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ്സിനോ അല്ലെങ്കിൽ ഫോറിൻ സെൻട്രൽ ബാങ്ക്സിനോ ആണെങ്കിൽ അത്തരം ബില്ലുകളെയാണ് അഡ്ഹോക് ബിൽസ് എന്ന് പറയുന്നത്. Let me repeat. Treasury bills which are issued to the state government, semi government departments and foreign central bank are called ad hoc treasury bills, and they are not sold to the banks or general public and are not marketable. ഇത് നമുക്ക് വീണ്ടും മാർക്കറ്റ് ചെയ്യുകയോ കൺവെർട്ടബിലിറ്റിയോ ഉള്ളതല്ല. ഓക്കെ, മാർക്കറ്റബിൾ അല്ല. ദാറ്റ് മീൻസ് ഒരു തവണ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കണം. അയാൾക്ക് അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ്, നോർമലി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ബോഡീസിനും ഫോറിൻ സെൻട്രൽ ബാങ്കിനോ അതേപോലുള്ള ഇന്റർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനോ ഒക്കെ വേണ്ടി മാത്രമാണ്. അല്ലാതെ സാധാരണ ജനങ്ങൾക്കോ കൊമേഴ്ഷ്യൽ ബാങ്കിനോ ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യാറില്ല. Whereas there is a second category of treasury bills, it is called regular treasury bills. Regular എന്ന് പറയുമ്പോൾ സാധാരണ ട്രഷറി ബില്ലാണ്, which are issued to commercial banks and common public.
പബ്ലിക്കിനും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഇഷ്യൂ ചെയ്യുന്നതാണ്. അവർക്കത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും വീണ്ടും സെല് ചെയ്യാം. റീസെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ഹോക്ക് ബില്ലിൽ അങ്ങനെ റീസെൽ ഓപ്ഷൻ ഇല്ല. വെറസ് റെഗുലർ കൊമേഴ്ഷ്യൽ ട്രഷറി ബില്ലാണെങ്കിൽ അവർക്കത് റീസെയിൽ ചെയ്യാൻ സാധിക്കും. Then both type of ad hoc and regular treasury bills are sold by Reserve Bank of India on behalf of Central Bank. That I already told you. സെൻട്രൽ ബാങ്കിന് വേണ്ടി ഇത്തരത്തിലുള്ള അത് അഡ്ഹോക്ക് ആയാലും റെഗുലർ ആയാലും ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്നതും സെല് ചെയ്യുന്നതുമെല്ലാം RBI ആണ്. ഓക്കെ. തേർഡ് ഇൻസ്ട്രുമെന്റ് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. Commercial bill market deals with commercial bills issued by the firms engaged in business. These bills are generally of 3 months maturity. So normally 3 മാസത്തെ ടൈം ഡ്യൂറേഷനിലുള്ളിൽ റീപേ ചെയ്യാം എന്ന് എഗ്രി ചെയ്തുകൊണ്ട് സെല്ലറും ബയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽ. ഇതാണ് നമ്മളുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നത്. സോ എ കൊമേഴ്ഷ്യൽ ബിൽ ഈസ് എ പ്രോമിസ് ടു പേ specified amount in a specified period by the buyer of goods to the seller of goods. ഇതാണ് കൺസെപ്റ്റ്. കൊമേഴ്ഷ്യൽ ബിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക. കൊമേഴ്ഷ്യൽ ബിൽ ഇസ് എ പ്രോമിസ് ടു പേ സ്പെസിഫൈഡ് എമൗണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പേ ചെയ്തു കൊള്ളാം. ഇപ്പോൾ എനിക്ക് പേ ചെയ്യാൻ സാധിക്കില്ല, 3 മാസത്തിനുള്ളിൽ പേ ചെയ്തു കൊള്ളാം എന്ന് എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്. ബോത്ത് ആർ സെയിം. അത് രണ്ടും ഡിഫറെന്റ് ആണെന്ന് ചിന്തിക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ദെൻ ദി സെല്ലർ ഹു ഹാസ് സോൾഡ് ഹിസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഡ്രോസ് ദി ബിൽസ് ആൻഡ് സെൻഡ് ടു ദി ബയർ ഫോർ അക്സെപ്റ്റൻസ്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കുറച്ച് ഗുഡ്സ് ബിക്ക് സെല് ചെയ്യുന്നു. ഓക്കെ, എ സെല്ലറാണ്, ബി ബയർ ആണ്. സോ ബി അതിന് ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുക്കാതെ ബി ഈസ് റെഡി ടു അക്സെപ്റ്റ് എ ബിൽ. ഞാൻ അതിന്റെ ഒരു ബില്ല് സൈൻ ചെയ്തു തരാം, നിങ്ങൾ അത് തയ്യാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ വിൽ സൈൻ എന്ന് ബി എഗ്രി ചെയ്യുന്നു. സോ ആ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്, ബില്ല് എഴുതുന്നത് സെല്ലറാണ്. സെല്ലർ വിൽ റൈറ്റ് ദി ബിൽ ആൻഡ് വിൽ സെൻഡ് ഇറ്റ് ടു ദി ബയർ. ബയർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നോർമലി അക്സെപ്റ്റ് എന്ന് എഴുതി സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ബയർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതൊരു മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്നു. സെല്ലറുടെ കയ്യിൽ ഇതൊരു മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഈ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വന്നു കഴിഞ്ഞാൽ, 3 മാസത്തേക്കാണ് നോർമൽ ഡ്യൂറേഷൻ വരുന്നത്. ഈ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ സെല്ലർക്ക് ഹി ക്യാൻ ഗോ ടു എ ബാങ്ക്. ഒരു ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാം. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് ആ എമൗണ്ട് സൈൻ ചെയ്തിരിക്കുന്നത് 1000 റുപ്പീസിനാണ്, ബി എക്ക് കൊടുക്കാനുള്ള 1000 റുപ്പീസാണ്, ബിൽ സൈൻ ചെയ്തിരിക്കുന്നത് 1000 റുപ്പീസിനാണ്. സോ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് എക്ക് ഒരു റിക്വയർമെന്റ് വരുന്നു. എ അത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്നു. ബാങ്ക് പറയും ഐ വിൽ ഗീവ് യു 950 റുപ്പീസ്. 50 റുപ്പീസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ചാർജ് ആണ്. ഓക്കെ, ബാങ്ക് ഒരു നോമിനൽ എമൗണ്ട് ചാർജ് ചെയ്തുകൊണ്ട്, അവരുടെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ട് ബാക്കി തുക സെല്ലർക്ക് കൊടുക്കും. സോ ആ ഇൻസ്ട്രുമെന്റ് ബാങ്ക് മേടിച്ചു. ഇനി ബാങ്കിന് വേണമെങ്കിൽ അത് റീസെല് ചെയ്യാം, അല്ലെങ്കിൽ അത് ബാങ്കിന് വീണ്ടും റീഡിസ്കൗണ്ട് ചെയ്യാം. സോ വാട്ട് യു മീൻ ബൈ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? റീഡിസ്കൗണ്ടിങ് മീൻസ് റീഡിസ്കൗണ്ടഡ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ബാങ്കിന് ഈ പറയുന്ന 950 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസിന്റെ ഈ ബില്ല് നേരെ കൊണ്ടുപോയി RBIയിൽ കൊടുക്കാം. RBI വീണ്ടും ഒരു ഡിസ്കൗണ്ട് ചാർജ് ചെയ്തിട്ട് ബാക്കി തുക ബാങ്കിൽ കൊടുക്കും. ഇതിനെയാണ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മുമ്പ് 2015 വരെ അത്രയും വലിയ മാർക്കറ്റ് അല്ലായിരുന്നു റീഡിസ്കൗണ്ടിങ് മാർക്കറ്റ്. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിംഗും റീഡിസ്കൗണ്ടിങ്ങും ഒക്കെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുവാണ് ഇപ്പൊ ഇന്ന് റീഡിസ്കൗണ്ടിങ്ങിനകത്ത്. സോ ദാറ്റ്സ് വൈ ഒരു എമർജിംഗ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ പറയാം. ഓക്കെ, സോ വി ഡിസ്കസ്ഡ് 3 ഇൻസ്ട്രുമെന്റ്സ്. കോൾ മണി മാർക്കറ്റ് നമ്മൾ പറഞ്ഞു, ട്രഷറി ബിൽ മാർക്കറ്റ് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ്, collateral loan market. Collateral loan market deals with collateral loans, that is loan backed by security. അതായത് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈട് വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന ആ സിസ്റ്റം, അതാണ് കൊളാട്രൽ ലോൺ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഇന്ത്യൻ കൊളാട്രൽ ലോൺ മാർക്കറ്റ്, ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ലോൺ അഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് എക്സെട്ര. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ലോൺ ഈട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വെച്ചുകൊണ്ടോ ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റാണ് കൊളാട്രൽ ലോൺ മാർക്കറ്റ്. സോ ബേസ്ഡ് ഓൺ കൊളാട്രൽ സെക്യൂരിറ്റി വി വിൽ ബി ഏബിൾ ടു ഗെറ്റ് ലോൺ. ഇതും ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. With a view to further widening the range of money market instruments and giving investors greater flexibility in deployment of their short-term surplus funds, certificate of deposit were introduced in India in 1989. CD is a negotiable money market instrument and issued in dematerialized form or as a usance promissory note against fund deposited in a bank. സോ നോർമലി കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡഡ് ഫോർ എ ഡെപ്പോസിറ്റ്. നമ്മളൊരു ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്, ഇത്രയും തുക എന്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ആ ഡെപ്പോസിറ്റിന്മേൽ ഇറക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈടാക്കിക്കൊണ്ട് വീണ്ടും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1989 CD is a negotiable money market instrument and issued in dematerialized form because ബാങ്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി ഇത്രയും ഡെപ്പോസിറ്റ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇപ്പൊ എന്റെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഒരു ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ട്രേഡ് നടത്താൻ സാധിക്കും. അതാണ് ആക്ച്വലി CD-യുടെ ഗുണം. ദെൻ ഒരു പ്രോമിസറി നോട്ട് പോലെ ഈ എമൗണ്ട് എൻ്റെ ഉണ്ട് അതുകൊണ്ട് ഐ വിൽ പേ ദിസ് മണി എന്ന് പറയുന്ന ഒരു പ്രോമിസറി നോട്ട് പോലെ ഇത് ആക്ട് ചെയ്യും. ദെൻ commercial paper was introduced in India in 1990 with a view to enabling highly rated corporate borrowers to diversify their resources for short-term borrowings and to provide additional instrument to investors. അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബോഡീസിന്, കോർപ്പറേറ്റ്സിന്, ബിസിനസ്മെന് അവർക്ക് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇറക്കുന്നത് പോലെ തന്നെ അവരായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ഡോക്യുമെന്റ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. വേറെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ ഡെപ്പോസിറ്റിന് ഒരു ഈട് എന്നുള്ള രീതിയിലാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ നമുക്കത് കൈമാറ്റം ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആക്ട് ചെയ്യും. വേറെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് അല്ല, ഇത് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനീസിന് ഒരു അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഒരു നിശ്ചിത ടൈം പീരീഡിൽ വെച്ചുകൊണ്ടൊരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഡോക്യുമെന്റ് മേടിക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് പേ ചെയ്യണം, ലൈക്ക് ഷെയർ മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡിബഞ്ചർ മേടിക്കുന്ന പോലെ. അത്തരത്തിലുള്ള ഒരു അഡീഷണൽ ഡോക്യുമെന്റ് ആയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ആക്ട് ചെയ്യുന്നത്. സോ കൊമേഴ്ഷ്യൽ പേപ്പർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ in 1990 with a view to enabling highly rated corporate borrowers കമ്പനീസിനാണ് to diversify their resources of short-term borrowing and provide additional instrument to the investors. ഇപ്പോൾ ലോൺസോ ഡിബഞ്ചേഴ്സോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ലോങ് ടൈം നേച്ചറിലാണ്. വേറെ ഷോർട്ട് ടൈം നേച്ചറിൽ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഫണ്ട് റേസ് ചെയ്യുക, കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അത് റീപേ ചെയ്യുക, അങ്ങനെയുള്ള ലോൺസ് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റിയാണ്, അങ്ങനെയുള്ള എമൗണ്ട് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി ആയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ആക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് ആൻ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട്. ഇതും ഒരു പ്രോമിസറി നോട്ട്, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഡോക്യുമെന്റും അതെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആയാലും കൊമേഴ്ഷ്യൽ പേപ്പർ ആയാലും ഒരു പ്രോമിസറി നോട്ട്, ദാറ്റ് മീൻസ് എ പ്രോമിസ് ടു റീപേ, അങ്ങനെ ഒരു പ്രോമിസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിലുള്ളത്. മണി മാർക്കറ്റ് ക്ലിയർ ആണോ? ഏതെങ്കിലും